ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ഇക്കണോമിക് ഫങ്ഷൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ദാറ്റ് ഇസ് ലിമിറ്റ് ഓഫ് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നേക്കാൾ മുന്നേ നമുക്ക് അറിയേണ്ട കുറച്ച് ബേസിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺ ഓഫ് ദം ഇസ് ലിമിറ്റ് ഓഫ് ഫങ്ഷൻ. എന്താണ് ഒരു ഫങ്ഷൻ്റെ ലിമിറ്റ് എന്നുള്ളതാണ്. ഇനി ലിമിറ്റ് ഓഫ് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ വി നീഡ് ടു നോ വാട്ട് ഇസ് എക്സ് ടെൻസ് ടു എ. യു ക്യാൻ സീ ഓൺ ദ ബോർഡ് ദർ ഇസ് എക്സ്, ഒരു ഡയറക്റ്റഡ് ഏരോ എ. ദാറ്റ് ദിസ് നമ്മൾ റീഡ് ചെയ്യുന്നത് എക്സ് ടെൻസ് ടു എ അല്ലെങ്കിൽ എക്സ് അപ്രോച്ചസ് ടു എ എന്നാണ് അതിനെ മാത്തമാറ്റിക്കൽ ടേംസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ എന്താണ് ഇതിൻ്റെ ഒരു മീനിങ്? അതായത് ഈ എക്സിന് നമ്മൾ എടുക്കുന്ന വാല്യൂ ഇറ്റ് വിൽ ബി നിയറർ ടു ദ വാല്യൂ ഓഫ് എ. എന്ന് പറഞ്ഞിട്ടുള്ള ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂവിനോട് വളരെ അടുത്ത് അല്ലെങ്കിൽ നിയറർ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും എക്സിനുണ്ടാവുക. ബട്ട് ദാറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു എ. എക്സാക്ട്ലി എ എന്നുള്ള വാല്യൂ ആയിക്കൊള്ളണം എന്നില്ല എക്സിൻ്റെ വാല്യൂ. എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു എ. അറ്റ് ദ സെയിം ടൈം എന്താണ്, ദ വാല്യൂ വിൽ ബി വെരി വെരി നിയറർ ടു എ. എയിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂകളായിരിക്കും എക്സിന് ഉണ്ടാവുക. ദാറ്റ് വാല്യൂ മസ്റ്റ് ബി ഐദർ ലെസ് ദാൻ ഓർ എ ഓർ ഗ്രേറ്റർ ദാൻ ഓർ എ. അത് എയിനേക്കാളും ചെറുതായിരിക്കാം അല്ലെങ്കിൽ എയിനേക്കാളും വലുതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ് വാല്യൂസ് മസ്റ്റ് ബി വെരി ക്ലോസ് ടു എ. അതാണ് എക്സ് ടെൻസ് ടു എ എന്നുള്ള അല്ലെങ്കിൽ എക്സ് അപ്രോച്ചസ് ടു എ എന്നുള്ള ഈ ഡിനോട്ടേഷൻ്റെ മീനിങ്. നിങ്ങൾക്കത് കുറച്ചും കൂടി ക്ലിയർ ആവാനായിട്ട് രണ്ട് തരത്തിൽ നമുക്കിതിനെ പറയാം. വി ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് ഫ്രം ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഈ എന്റെ വാല്യൂവിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇഫ് വി റോട്ട് ലൈക്ക് എക്സ് ടെൻസ് ടു എ മൈനസ്, അതായത് എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് പറഞ്ഞാൽ എ ടു ദ പവർ ഒരു നെഗറ്റീവ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ എ എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ നിയറർ ആണ്. ഇൻ ദ സെൻസ് ദ വാല്യൂ ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ എ ആൻഡ് ഈസ് വെരി ക്ലോസർ ടു എ. അതായത് എ എന്ന് പറഞ്ഞാൽ എടുക്കുന്ന വാല്യൂവിൻ്റെ തൊട്ടടുത്തുള്ള എന്നാൽ അതിനേക്കാളും ചെറുതായിട്ടുള്ള വാല്യൂ, അതായത് ലെഫ്റ്റ് സൈഡ് ഇൻ ദ സെൻസ് ലെസ് ദാൻ എ, ആ വാല്യൂ ആണ് എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് പറഞ്ഞാൽ അവർ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു നമ്പർ ലൈൻ നിങ്ങൾ എടുക്കുകയാണ്. ഇത് 0, then 1, we have 1 and 2. ഇപ്പം ലൈക്ക് വൈസ് ഇറ്റ് ഗോസ് ഓൺ. അപ്പം നമ്മളിപ്പോൾ എടുക്കുന്നത്, ഇപ്പോൾ വാല്യൂ വിചാരിക്കൂ എ ഇസ് ഈക്വൽ ടു 2. നമ്മൾ കൺസിഡർ ചെയ്യുന്ന എയുടെ വാല്യൂ 2 ആണ്. സോ ഈ ഡിനോട്ടേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം, എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ ഈ എക്സിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടുന്ന വാല്യൂസ് ഡെഫിനറ്റ്ലി 2 എന്ന് പറഞ്ഞ ഈ വാല്യൂൻ്റെ ലെസ് ദാൻ, അതായത് പിറകിലുള്ള വാല്യൂസ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ വരുന്ന, അല്ലെങ്കിൽ ലെസ് ദാൻ 2. പക്ഷേ ഒരുപാട് ക്ലോസ് ഉള്ള വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ ലൈക്ക് വി ക്യാൻ ടേക്ക് ലൈക്ക് 1.9, 1.99, 1.999 ലൈക്ക് വൈസ്. അതായത് 2വിൻ്റെ താഴെയുള്ള വാല്യൂസ് അറ്റ് ദ സെയിം ടൈം ദാറ്റ് വാല്യൂസ് മസ്റ്റ് ബി വെരി നിയറർ ടു ദ വാല്യൂ ഓഫ് എ ഓർ 2. ഓക്കെ, അതാണ് എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്. ഇനി ഇഫ് വി ഹാവ് എ ഡിനോട്ടേഷൻ ലൈക്ക് എക്സ് ടെൻസ് ടു എ പ്ലസ്, എന്തായിരിക്കും? ഈ നേരത്തെ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാല്യൂസ് എയിൻ്റെ വാല്യൂവിൻ്റെ അടുത്ത് തന്നെയായിരിക്കും. ആൻഡ് ദാറ്റ് മസ്റ്റ് ബി ദ ഗ്രേറ്റർ ദാൻ എ. അതായത് എനോട് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന, അതേസമയം എനേക്കാൾ വലുതായിട്ടുള്ള വാല്യൂസ് ആയിരിക്കും എക്സ് ടെൻസ് ടു എ പ്ലസ്. അപ്പോൾ നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ തന്നെ എടുക്കൂ. ഇപ്പോൾ നമുക്കറിയാം എ ഈസ് ഈക്വൽ ടു 2 ആണ്. സോ എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദ വാല്യൂസ് ക്യാൻ ബി ലൈക്ക്
2.01, 2.001 അങ്ങനെ ടൂവിനോട് വളരെ അടുത്ത് കിടക്കുന്നതും എന്നാൽ ടൂവിനേക്കാൾ വലുതായിട്ടുള്ള വാല്യൂസ് ആയിരിക്കും എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക. സോ from this you can get what we mean by x tends to a. x tends to n എന്ന് പറഞ്ഞാൽ it can be x tends to a minus or it can be x tends to a plus. രണ്ടും ആവാം, അതായത് ലെഫ്റ്റ് നിന്നുള്ള വാല്യൂസും എടുക്കാം റൈറ്റ് നിന്നുള്ള വാല്യൂസും എടുക്കാം. ദ കണ്ടീഷൻ ഇസ് വൺ ആൻഡ് ഓൺലി ദാറ്റ് ദ വാല്യൂസ് മസ്റ്റ് ബി വെരി നിയറർ ഓർ ക്ലോസ് ടു എ പ്ലസ് ദ വാല്യൂസ് വിൽ നോട്ട് ബി ഈക്വൽ ടു എ. ഓക്കെ, അപ്പം ഇതാണ് വൺ ഓഫ് ദ ബേസിക് ടേം വി നീഡ് ടു നോ, ദാറ്റ് ഇസ് എക്സ് ടെൻസ് ടു എ ഓർ എക്സ് ടെൻസ് ടു ഓർ അപ്രോച്ചസ് ടു എ. അതായത് എ എന്നുള്ള വാല്യൂവിനെ എക്സ് അപ്രോച്ച് ചെയ്യാണ്. ഇറ്റ് ക്യാൻ ബി ഫ്രം ഐദർ ലെഫ്റ്റ് ഇൻ ദ സെൻസ് ലെസ് ദാൻ, ഓർ ക്യാൻ ബി ഫ്രം റൈറ്റ് ഇൻ ദ സെൻസ് from right side. Whatever it is, the value must be very close to the value of a. And of course, one more thing, x tends to a in the sense the x must not be equal to a. Okay, moving on to one more thing I need to say. അതായത് നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡ് ആണ് എക്സ് ടെൻസ് ടു എ മൈനസ്, അപ്പോൾ ലെസ് ദാൻ എ ആയിരിക്കും, പക്ഷെ എനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിനെ ഈ തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇപ്പോൾ എക്സ് ടെൻസ് ടു എ മൈനസ് എന്നുള്ളത് വി ക്യാൻ റൈറ്റ് ലൈക്ക് എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സ്മോൾ ഡിഫറൻസ്, അതായത് എയിൽ നിന്ന് വരുന്ന ആ സ്മോൾ മൈന്യൂട്ട് ഡിഫറൻസ്. അതായത് ഇപ്പം 2 ആണെങ്കിൽ നമ്മൾ എടുത്തു 1.9, 1.999. അപ്പം 2വിനോട് വളരെ അടുത്ത് കിടക്കുന്ന എന്നാൽ ഒരു കുറച്ച് ഡിഫറൻസ് ഉള്ള ആ വാല്യൂ, ആ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യാനാണ് ഇവർ എച്ച് എന്നുള്ള ആ സിമ്പിൾ വാരിയബിൾ എടുത്തിരിക്കുന്നത്. ഇപ്പം അതേസമയം ഇപ്പം എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് പറയാൻ വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ലൈക്ക് x is equal to what? a plus h. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ 2.01. അപ്പൊ 2വിനോട് അടുത്ത് കിടക്കുന്ന എച്ചിന്റെ വാല്യൂ വളരെ വളരെ സ്മോൾ ആയിരിക്കും. ആ ഡിഫറൻസ് അല്ലെങ്കിൽ എച്ചിന്റെ വാല്യൂ എന്നുള്ളത് വളരെ സ്മോൾ ആയിരിക്കും. എച്ചിന്റെ വാല്യൂ എത്രയും സ്മോൾ ആയിട്ട് വരുന്നോ അത്രയും നിയറർ ആയിരിക്കും എക്സിന്റെ വാല്യൂ ഏതിനോട്, ഈ എ എന്നുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാല്യൂനോട്. അപ്പൊ ആ ഒരു ചെറിയ ഒരു ബിഗ് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ലൈക്ക് ഇപ്പൊ എക്സ് ടെൻസ് ടു എ മൈനസ് എന്നുള്ളതിനെ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് എച്ച് എന്ന് എഴുതാം. അതുപോലെ തന്നെ എക്സ് ടെൻസ് ടു എ പ്ലസ് അതിനെങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് എച്ച്. അതായത് എന്റെ റൈറ്റ് സൈഡിൽ എ പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ എന്റെ റൈറ്റ് സൈഡിൽ ഇതിനേക്കാളും വലുതാണ്, പക്ഷെ ആ ഒരു ഗ്രേറ്റർ എന്നുള്ളത് ഒരുപാട് വാല്യൂ ഡിഫറൻസ് ഒന്നുമില്ല, വളരെ മൈന്യൂട്ട്. എച്ചിന്റെ വാല്യൂ വളരെ സ്മോൾ ആയിരിക്കും. ഇനി എക്സ് ടെൻസ് ടു എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ലൈക്ക് എ പ്ലസ് എച്ച് ആവാം, എ മൈനസ് എച്ച് ആവാം. അതായത് ഇറ്റ് ക്യാൻ ബി റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് എ. വാട്ട് എവർ ഇറ്റ് ഈസ്, ദ വാല്യൂ മസ്റ്റ് ബി വെരി ക്ലോസർ ടു എ. വാട്ട് ഈസ് ദിസ് ഡെഫിനിഷൻ ഫോർ എ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ? എന്താണ് ഒരു ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് finding the tendency of a function when x approaches to a particular value. അതായത് എക്സ് ഒരു പെർട്ടിക്കുലർ വാല്യൂ, സേ ഇറ്റ് ഈസ് എ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ വാല്യൂവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷന് വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ ആ ഫംഗ്ഷനെ ടെൻഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഏതിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് അതാണ് ആക്ച്വലി ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻ. അതായത് എക്സിന് ഒരു പെർട്ടിക്കുലർ വാല്യൂയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷന് വരുന്ന ടെൻഡൻസി അതാണ് ആക്ച്വലി ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ. അപ്പം നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ദർ ഇസ് എ ഗ്രാഫ്, ദർ ഇസ് എ ഫംഗ്ഷൻ യു ക്യാൻ സീ ഹിയർ. ദാറ്റ് ഈസ് ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാം ഈ 0 എന്ന് പറഞ്ഞ വാല്യൂയിലോട്ട് എക്സ് ടെൻഡ് ചെയ്യുമ്പോൾ, എക്സ് മൂവ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഏതിലോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്? 1 നോക്കൂ. ഇഫ് വി റൈറ്റ് ലൈക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, ഇതിൻ്റെ മീനിങ് എന്താണ്? അതായത് 0 എന്ന് പറഞ്ഞ വാല്യൂവിനെ എക്സ് അപ്രോച്ച് ചെയ്യാണ്. എവിടെ നിന്ന്? ലെഫ്റ്റ് നിന്ന്. 0 എന്ന് പറഞ്ഞ വാല്യൂവിനെ എക്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് ആ ഫംഗ്ഷൻ്റെ ടെൻഡൻസി?
the function is approaching എന്താ ഫംഗ്ഷന് വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഈ എഫ് ഓഫ് എക്സിന് വരുന്ന വ്യത്യാസം എന്താ ഫംഗ്ഷൻ ഏതിലോട്ടാ ടെൻഡ് ചെയ്യുന്നത് 1 ഓക്കെ നോക്കൂ ഐ റിപ്പീറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നത് എന്തിനാണ് 1 സോ ഹിയർ 1 ഈസ് ദ ലിമിറ്റിംഗ് പൊസിഷൻ അതായത് 1 ആ ഫംഗ്ഷന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അതായത് എക്സിൻ്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ ഫംഗ്ഷൻ ടെൻഡ് ചെയ്യുന്നത് 1 സോ ഈ റെപ്രസെൻറ്റേഷനെ പറയുന്ന പേരാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു 0 വെച്ചിട്ട് എക്സ് ടെൻഡ് ചെയ്യുമ്പോൾ അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ് 0 അപ്രോച്ച് ചെയ്യുമ്പോൾ 1 ഫംഗ്ഷൻ മൂവ് ചെയ്യുന്നത് അപ്പോൾ ഈ 1 നമുക്ക് എന്ത് പറയാം ഇറ്റ്സ് ദ ലിമിറ്റിംഗ് പൊസിഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വെൻ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് അപ്രോച്ചിങ് 0 ഫ്രം ലെഫ്റ്റ് അതായത് എക്സിൻ്റെ വാല്യൂ 0 ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ടെൻഡ് ചെയ്യുന്നത് 1 സോ ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ഫംഗ്ഷന് വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ ആ ടെൻഡൻസിയുടെ ലിമിറ്റിംഗ് പൊസിഷനെ നമുക്ക് 1 ആയിട്ട് എടുക്കാം ഓക്കെ ലൈക്ക് വൈസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ഫ്രം റൈറ്റ് സൈഡ് ഓക്കെ ഇപ്പം നമ്മൾ ഇങ്ങനെ എഴുതി എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താണ് ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് പറയാൻ പറ്റും അതായത് എക്സ് എന്ന് പറഞ്ഞ നമ്മുടെ വാരിയബിൾ 0 എന്ന് പറഞ്ഞ വാല്യൂവിനെ റൈറ്റ് സൈഡിൽ നിന്ന് അതായത് ഈ സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് മൂവിങ് ദിസ് സൈഡ് അതായത് 1 തന്നെയാണ് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 അതായത് ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് tending to 0 from right side, the value of the function of f or the tendency to change the function towards 1. So 1 is the limiting position of limit x tends to 0 plus. Okay. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഇതിനെ പറയുന്നതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അപ്പോൾ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് മനസ്സിലായി ഈ എക്സാമ്പിളിനെ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണെന്ന് മനസ്സിലായി ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം അതായത് എക്സിൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്യുകയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്പോൾ ഫംഗ്ഷൻ ടെൻഡ് ചെയ്യുന്നത് 1 ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും ലൈക്ക് വൈസ് റൈറ്റ് സൈഡിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ടെൻഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ് 1 അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലിമിറ്റിംഗ് പൊസിഷൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും രണ്ട് കേസിലും ലിമിറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വി ക്യാൻ ടേക്ക് ഇറ്റ് ലൈക്ക് 1 ആണ് ഇപ്പം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഹിയർ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആർ ഈക്വൽ രണ്ടിൻ്റെയും ലിമിറ്റിംഗ് പൊസിഷൻ 1 ആണ് അതായത് രണ്ടിൻ്റെയും റിസൾട്ട് 1 ആണ് കിട്ടിയത് അതുകൊണ്ട് നമുക്ക് പറയാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സോ ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എക്സിസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയാൽ മാത്രമേ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇവിടെ രണ്ടും ഈക്വൽ ആണ് രണ്ടിനും 1 ആണ് റിസൾട്ട് കിട്ടിയത് ആസ് ലിമിറ്റിംഗ് പൊസിഷൻ സോ വി ക്യാൻ സേ ദ ലിമിറ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ എക്സിസ്റ്റ് ഓക്കെ ഇനി നമുക്കിതിനെ ജനറലൈസ് ചെയ്തിട്ട് എഴുതാം അപ്പം നമ്മളൊരു എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത് സോ വി ക്യാൻ ജനറലൈസ് ഇറ്റ് ലൈക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ അതായത് എക്സിൻ്റെ വാല്യൂ എനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഈ ഫംഗ്ഷന് വരുന്ന ടെൻഡൻസി അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്തിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് ഇസ് ഈക്വൽ ടു എൽ എൽ ആണ് ആക്ച്വലി ഈ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ ലിമിറ്റിംഗ് പൊസിഷൻ ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ
I hope you understand. L എന്ന് പറഞ്ഞ അവർ മീൻ ചെയ്യുന്നത് ലിമിറ്റിംഗ് പൊസിഷൻ ആണ്. ഇനി ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ we need to equate like limit x tends to a minus, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് must be equal to what? Right hand limit. That is limit x tends to a plus f of x. Okay. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. വാട്ട് ഇസ് എ ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻ, വാട്ട് ഇസ് എ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് വാട്ട് ഇസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ഫോർ യുവർ കൺവീനിയൻസ് ഞാൻ കാണിച്ചു തരാം. സോ ഐ എം drawing a function. I am plotting a function. Okay, it's like the graph is like this. So ഇത് നമ്മുടെ 2 ആണ്. അപ്പം നമ്മുടെ a എന്ന് പറയുന്നത് സപ്പോസ് 2 ആണെന്ന് വിചാരിക്കൂ. അപ്പം നമ്മൾ ലിമിറ്റ് എഴുതാൻ പോവാണ്. എങ്ങനെ നമ്മൾ ലിമിറ്റ് എഴുതുന്നത്? ദാറ്റ് ഈസ് ലിമിറ്റ്, ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. സോ x tends to 2 minus f of x, അതായത് എന്താണ്? 2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാല്യൂ. ഈ 2വിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ് 2വിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷന് വരുന്ന ടെൻഡൻസി എന്താണ്? നോക്കി നോക്കൂ, ഫംഗ്ഷന് വരുന്ന ടെൻഡൻസി എന്താണ്? ഫംഗ്ഷൻ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്? ഫംഗ്ഷൻ ഈസ് അപ്രോച്ചിങ് ടുവേർഡ്സ് 1. ഓക്കെ, നോക്കൂ, ഒന്നുകൂടി ചെക്ക് ചെയ്യൂ. അതായത് നമ്മുടെ ഫംഗ്ഷൻ, നമ്മുടെ എക്സിൻ്റെ വാല്യൂ 2വിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങോട്ടാണ്? 1ലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ലൈക്ക് വൈസ് ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 2വിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്? നോക്കൂ, ഇങ്ങോട്ടല്ലേ ടെൻഡ് ചെയ്യുന്നത്, അതായത് 0. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 2വിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? 1ലോട്ടാണ്. ഫംഗ്ഷൻ്റെ ടെൻഡൻസി 1ലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം റൈറ്റ് സൈഡിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 2വിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എങ്ങോട്ടാണ് വരുന്നത്? ഫംഗ്ഷന് വരുന്ന ചേഞ്ച് ഓർ ഫംഗ്ഷൻ ഈസ് അപ്രോച്ചിങ് ടുവേർഡ്സ് ദ 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് നോട്ട് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, സോ ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. I hope you get the idea of what is a limit, what is a right hand limit and what is a left hand limit.